രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ സഹപാഠികളെ, ഏവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായതിന്റെ 75ാം വാർഷിക വേളയിലാണ് നാം ഓരോരുത്തരും. ഓരോ റിപ്പബ്ലിക് ദിനവും നാം ഇന്ത്യക്കാർക്ക് അഭിമാനം കോരിച്ചൊരിയുന്ന ദിവസങ്ങളാണ് സമ്മാനിക്കുന്നത്. ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ വിഷയം എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? അതെ, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത് ഭാരത്. 1950 ജനുവരി 26-ന് ഇന്ത്യ ബ്രിട്ടീഷ് അധിനിവേശത്തിന് കീഴിൽ നിന്നും മുക്തമായി ഒരു ജനാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങിയത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഭരണ സമ്പ്രദായം അച്ചടി രൂപത്തിൽ മഷിയെഴുതി അവതരിച്ച ദിനം. എഴുതി തയ്യാറാക്കിയതിൽ തന്നെ വെച്ച് ഏറ്റവും ബൃഹത്തായ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. നിരവധി ചർച്ചകൾക്കും ഭേദഗതികൾക്കും ശേഷം 1947 ഓഗസ്റ്റ് 29-ാം തീയതി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി ഒരു കരട് സമർപ്പിക്കുകയും ചെയ്തു. അത് 1949 നവംബർ 26-ാം തീയതി അംഗീകരിക്കുകയും 1950 ജനുവരി 26-ാം തീയതി ഔദ്യോഗികമായി നിലവിൽ വരികയും ചെയ്തു. പല ജാതി, മതത്തിലും സംസ്കാരത്തിലും ഭാഷയിലുമുള്ള മനുഷ്യരാണ് ഈ ഭാരതത്തിൽ ഭരണഘടനയുടെ ശക്തി മൂലം ഒന്നിച്ച് ജീവിക്കുന്നത്. നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനും പലതരത്തിലുള്ള സംവിധാനങ്ങൾക്ക് പിന്നിൽ നമ്മുടെ പിതാമഹന്മാർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെയും അവർ നടത്തിയ പോരാട്ട വീരത്തിന്റെയും ഉജ്ജ്വലമായ ഒരു ചരിത്രം തന്നെയുണ്ട്. അവരുടെ മനക്കരുത്തും പോരാട്ട വീര്യവുമാണ് നമ്മെ വിദേശ ശക്തികളിൽ നിന്ന് പോലും രക്ഷിച്ചത്. അതിനാൽ തന്നെ ഈ അവസരത്തിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി പടപൊരുതിയ ഓരോ ദേശാഭിമാനികളെയും നമുക്ക് ഈ വേളയിൽ ആദരപൂർവ്വം സ്മരിക്കാം. റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി എല്ലാവരിലും അതിന്റെ പ്രസക്തി ഉൾക്കൊള്ളിക്കുന്നതിനായി തലസ്ഥാനത്ത് വർണ്ണശബളമായ ആഘോഷങ്ങൾ നടത്താറുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ വക ഒട്ടനവധി പരേഡുകളും ആഘോഷ പരിപാടികളും ഇതിന്റെ ഭാഗമായി നമ്മൾ നടത്താറുണ്ട്. കൂടാതെ മുഖ്യാതിഥിയായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എത്തുന്നതോടുകൂടി പരിപാടിയുടെ മാറ്റ് കൂട്ടും. വിഭജനങ്ങൾ തീർത്ത മുറിപ്പാടുകൾ, ദാരിദ്ര്യം, നിരക്ഷരത, ജാതിമത ചിന്തകൾ, നാട്ടുരാജ്യങ്ങളുടെ ഭീഷണികൾ തുടങ്ങിയ ഒട്ടേറെ പ്രതിസന്ധികളുമായി സ്വപ്നങ്ങൾ തീർത്ത ഭരണഘടനയുമായാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ഈ മണ്ണിൽ പിറന്നു വീണത്. എന്നാൽ അതിനെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് നാം ഇന്ന് 75 ആണ്ടുകൾ പിന്നിട്ടുകൊണ്ട് ത്രിവർണ്ണ ശോഭയിൽ തിളങ്ങി നിൽക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാരതത്തിന്റെ പേരും പ്രശസ്തിയും ഉയർത്തിപ്പിടിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും ഭരണഘടനയിൽ പറയുന്ന